ടാരോട്ട് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ തലക്കെട്ട് ഇതാണ്: നിലവിലെ പ്രശ്നത്തിന് ഏറ്റവും നല്ല പരിഹാരം എന്താണെന്നാണ്. അതിനായി നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ പരിശോധിക്കാം. ആദ്യത്തെ കാർഡ് ജഡ്ജ്മെൻറ്റ് എന്ന മൈനർ ആർക്കാന കാർഡാണ്. ഈ കാർഡ് നൽകുന്ന സൂചനകൾ എന്താണെന്ന് വെച്ചാൽ പുനരുജ്ജീവിപ്പിക്കൽ, ധൈര്യം, ഉണർവ്, ആത്മപരിശോധന, ദൈവനിയോഗം, ഈശ്വരൻ്റെ ആഹ്വാനം, ഇതൊക്കെയാണ്. ഈ കാർഡിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർഗനിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ അർത്ഥം എന്താണ് എന്ന് അന്വേഷിക്കാൻ ആഹ്വാനം നൽകുകയാണ് ഈ കാർഡിലൂടെ യൂണിവേഴ്സ് ചെയ്യുന്നത്. പഴയ രീതി മാറ്റി നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുവാനും ഇതിൽ സൂചനയുണ്ട്. തൊഴിൽപരമായി ഇതിലൂടെ നിങ്ങൾക്ക് സ്വന്തം നിയോഗം എന്താണ് എന്ന് കണ്ടെത്തുവാൻ കഴിയും. നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് അറിയുവാനും നിങ്ങൾ ശ്രമിക്കും എന്നുള്ളതാണ് ഇതിലൂടെ ലഭിക്കുന്ന പ്രധാന സൂചന. ധനപരമായി ഇതിലൂടെ യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അനാവശ്യമായി പല സാധനങ്ങളും വാങ്ങുവാനും സ്വന്തമാക്കാനും മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാം സ്വന്തമാക്കാൻ മനസ്സ് വെമ്പും, എന്നാൽ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചു പ്രവർത്തിക്കാനാണ് നിങ്ങളോട് പറയുന്നത്. കുടുംബ ബന്ധങ്ങളിൽ, അതായത് ഫാമിലി ഉള്ളവർ അവരുടെ ബന്ധം പുതിയ തലങ്ങളിലേക്ക് ഉയർത്താൻ ശ്രമിക്കും. ചില പാർട്ട്ണർമാർ കടുത്ത വിമർശന സ്വഭാവവും കാണിക്കാനുള്ള സാധ്യത ഈ കാർഡിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സൂചന. ആരോഗ്യപരമായും ഒരു പുതിയ ജന്മം തന്നെ ഇതെന്ന് നിങ്ങൾക്ക് പറയാം. നല്ല ശീലങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനും നിങ്ങൾക്ക് കഴിയും. ഇനി രണ്ടാമത്തെ കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 5 ഓഫ് സോർഡ്സ് എന്ന എയർ എലമെൻറ്റിൻ്റെ, അതായത് വായുതത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. അത് 5 എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു അൺലക്കി കാർഡായിട്ടാണ് ഇത് കാണുന്നത്. ചിത്രം ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു യുദ്ധഭൂമിയിൽ ഒരാൾ നിൽക്കുന്നത്. തൻ്റെ 2 കൈകളിലും വാളുകളുമായി ഒരു വശത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു മനുഷ്യൻ. ഇതിൽ കൂടെ ലഭിക്കുന്ന സൂചന സംഘർഷം, തോൽവി, സ്വാർത്ഥ താല്പര്യം, എന്തു വില കൊടുത്തും വിജയം നേടുക എന്നിവയൊക്കെയാണ്. ഒരു പക്ഷേ സമൂഹത്തിൽ നിന്നും, തൊഴിലിടത്തിൽ നിന്നും, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നും എന്തെങ്കിലും തിരിച്ചടി പ്രയാസങ്ങളും നിങ്ങൾക്ക് വന്നെന്നിരിക്കാം. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ ഇരിക്കുക. ഇപ്പോഴുള്ള സമയം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാം എന്നറിഞ്ഞ് അതിനെ ഓവർകം ചെയ്യാനും ശ്രദ്ധിക്കുക. നേരായ മാർഗം ജീവിതത്തിൽ പിന്തുടരാൻ യൂണിവേഴ്സ് ഈ കാർഡിലൂടെ നിങ്ങളെ ആഹ്വാനം ചെയ്തിരിക്കുന്നു. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങളോടൊപ്പം ഉണ്ടാകും. മൂന്നാമതായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ദ വേൾഡ് എന്ന മെർജർ ആർക്കാന കാർഡാണ്. ഈ കാർഡിലൂടെ ലഭിക്കുന്ന സൂചന ലോകം നിങ്ങളുടെ കാൽ കീഴിലാണ് എന്നുള്ളതാണ്. അതായത് ഈ കാർഡിലെ സൂചനകൾ പരിപൂർണത, നേട്ടം, പുതിയ പല നേട്ടങ്ങളും നിങ്ങൾക്ക് ലഭിക്കും എന്ന് കാണുന്നു. ഒരു ചക്രത്തിൻ്റെ അവസാനവും മറ്റൊന്നിൻ്റെ തുടക്കവുമാണ് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. പരിസമാപ്തി, ആഘോഷം എന്നിവയും നിങ്ങൾക്ക് ഈ കാർഡിലൂടെ കിട്ടുന്ന സൂചനകളാണ്. അതായത് പല നേട്ടങ്ങളും വിജയങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ തൊഴിൽ രംഗത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ബുദ്ധിമുട്ടുകളും മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയുമെന്ന് ഇതിലൂടെ സൂചന നൽകുന്നുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിലും ഉന്നതിയും നേട്ടങ്ങളും ലഭിക്കാം. ധനപരമായി വളരെയധികം ഉയർച്ച നേടാൻ കഴിയും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന തരത്തിൽ ഗൃഹമോ വാഹനമോ ഒക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്നതായും കാണാൻ സാധിക്കുന്നുണ്ട്. പഴയ ലോണോ കടങ്ങളോ ഒക്കെ അടയ്ക്കാനുള്ള സാധ്യതയും തെളിയുന്നു. നിങ്ങൾ വിവാഹത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നവരാണെങ്കിൽ അതിനും ഇപ്പോൾ ശുഭകരമായ സമയമാണെന്ന് ഈ കാർഡിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഇതൊക്കെയാണ്. ആരോഗ്യപരമായി മുന്നേറ്റമാണ് കാണുവാൻ കഴിയുന്നത്. കലാ, സാംസ്കാരിക, കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ആണ് നിങ്ങളെങ്കിലും വിജയം സുനിശ്ചിതമാണ്. ഈ 3 കാർഡുകളും കൂടി നൽകുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വന്തമായ നിയോഗം കണ്ടെത്തി നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിൽ എത്തുക എന്നുള്ളതാണ്. ആരുടെയും മനസ്സ് നോവിക്കാതെ നമുക്ക് പ്രപഞ്ചം എന്താണോ നൽകിയിരിക്കുന്നത് അതിലൂടെ ജീവിത ഉന്നതി നേടുവാൻ ശ്രമിക്കുക. സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കാതെ നേരായ പാത ജീവിത ഉന്നതിക്കായി തിരഞ്ഞെടുക്കുക. അങ്ങനെ മുന്നോട്ട് പോയാൽ നിങ്ങൾ ഉദ്ദേശിച്ച ജീവിത വിജയം തീർച്ചയായും നിങ്ങൾക്ക് നേടാൻ സാധിക്കും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവസാനം ഉണ്ടാകും എന്നാണ് ഈ കാർഡുകൾ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് നൽകണം. അടുത്ത ഒരു റീഡിങ്ങിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.